പാചകത്തിൽ അല്പം കാര്യം. ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സജീവ് ആണ്. ഹായ് സാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യുന്നത് മുത്തിൽ കറുക എന്ന് പറയുന്ന 2 ഔഷധ സസ്യങ്ങളാണ്. മുത്തിൽ കറുക ഇത് ഔഷധ സസ്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടിൽ എല്ലായിടങ്ങളും നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു ചെടിയാണ്. നമ്മൾ സാധാരണ ഇത് കള പോലെ അത് പറിച്ചു കളയുന്ന ഒരു മെറ്റീരിയലാണ്. അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് പോഷകസമൃദ്ധമായ എല്ലാ കുഞ്ഞുങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജാം രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്, മുത്തിൽ കറുക ജാം. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ജാം പുറത്തുനിന്നാണ് വാങ്ങാറ്. പുറത്തുനിന്ന് കെമിക്കൽ അധികമായിട്ടുള്ള ജാം യൂസ് ചെയ്ത് നമ്മൾ രോഗങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇതുപോലത്തെ നല്ല ഔഷധ ഗുണമുള്ള ജാമൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനെന്തൊക്കെ ഇതിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇപ്പൊ അത് നമ്മൾ പറയുന്നത് ഇത് കറുക എന്ന് പറയുന്നതാണ്. അതായത് ഇതിന്റെ ബൊട്ടാനിക്കൽ ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം സൈനൻഡോൺ ഡക്റ്റൈൻ എന്ന് പറയുന്ന സാധനമാണ്. ഇത് ബൊട്ടാനിക്കൽ നെയിം. ഇത് ബൊയേസെ ഫാമിലി പെട്ടതാണ്. മറ്റ് വേറെ രണ്ടാമത്തെ ഐറ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുത്തിൽ അല്ലെങ്കിൽ കുടങ്കൽ എന്ന് പറയുന്നത്. സെൻട്രല്ല ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത് ഇതിന്റെ പേര്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എടുക്കുന്നത് ഇത് കറുകയുടെ ജ്യൂസാണ്. കറുക നമ്മളിപ്പം ഒരു 100 ml കറുക 100 ml വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ 25 ഗ്രാം കറുക അരച്ച് ചേർത്ത് മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുത്ത ജ്യൂസാണ്. ഇത് കറുക ജ്യൂസാണ്. രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുന്നത് മുത്തുകളുടെ ജ്യൂസ് സെൻട്രല്ല ഏഷ്യാറ്റിക്കയുടെ ജ്യൂസാണ്. ഇതേപോലെ തന്നെ നമ്മൾ 100 ml വാട്ടർ എടുക്കുന്നു. 25 ഗ്രാം നമ്മുടെ മുത്തുള്ള സെൻട്രല്ല ഏഷ്യാറ്റിക്ക ആഡ് ചെയ്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ജ്യൂസായി. മൂന്നാമതായിട്ട് നമ്മൾ ഇത് ഒന്നും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് മാങ്ങയോ അല്ലെങ്കിൽ പൈനാപ്പിൾ അങ്ങനെയുള്ള ഏതെങ്കിലും കണ്ടന്റ്, മാങ്ങ, പൈനാപ്പിൾ അല്ലെങ്കിൽ പപ്പായ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇടാം. മാങ്ങ, ഗ്രേപ്പ്, പപ്പായ അതാണ് ജാമില് ശരിക്കും ഫ്ലേവർ ആയിട്ട് വരുന്നത്. ഇതിലും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ യൂസ് ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഏലക്ക എത്ര വേണം? ഏലക്ക നമുക്കൊരു 8 അതിന് താഴെയോ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കറുകയുടെ ജ്യൂസ് ഒഴിക്കുകയാണ്. അതിൽ പാനിൽ കറുകയുടെ ജ്യൂസ് ഒഴിച്ചു. രണ്ടാമതായിട്ട് ഫസ്റ്റ് കറുകയുടെ മിക്സ് ചെയ്ത ജ്യൂസ് ഒഴിച്ചു. നെക്സ്റ്റ് മിക്സ് ചെയ്ത മുത്തിളുടെ ജ്യൂസ്. അടുത്തത് നമ്മളിപ്പോൾ മാംഗോ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള അപ്പോൾ ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കുറുക്കി കൊടുക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ തീ കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഡോക്ടർ, ഈ മുത്തിൽ കറുക ജാം ഇത് എത്രത്തോളം കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആണ്? അതായത് നമ്മൾ സാധാരണ മാർക്കറ്റിൽ നമ്മൾ ജാമാണ് വാങ്ങി കഴിക്കുന്നത്. ഈ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ജാമിൽ മിക്കവാറും ഇൻഗ്രീഡിയൻസ് എല്ലാം കെമിക്കൽസ് ആണ്. ഇത് ആ കെമിക്കൽസ് ആയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബുദ്ധിവികാസത്തെ വളരെ ഗുണകരമായി പ്രവർത്തിക്കുകയില്ല. പക്ഷെ നമ്മുടെ ഇതിൽ ഉപയോഗിക്കുന്ന 2 മെഡിസിൻ പ്ലാന്റ്സ് ആണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ സർവ്വസാധാരണമായി കാണപ്പെടുന്ന 2 പുല്ലുവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈ 2 എണ്ണത്തിലും പ്രത്യേകമായ നമ്മുടെ ശരീരത്തെ ബുദ്ധി എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നെർവ്സിന് ആക്ടിവേഷൻ കൊടുക്കുന്ന 2 കണ്ടന്റ്. ഇപ്പോൾ നമ്മുടെ ഒന്നാമതായിട്ട് കറുക ഞാൻ പറഞ്ഞു. ഈ കറുകയിൽ പ്രധാനമായിട്ട് ഗാമ മ്യൂറലോൺ എന്നറിയപ്പെടുന്ന ഒരു ഫൈറ്റോ കെമിക്കൽ ഉണ്ട്. ഈ ഫൈറ്റോ കെമിക്കൽ നമ്മുടെ ബുദ്ധിവികാസത്തെ വളരെ ആക്ടിവേഷൻ ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ സെൻട്രല്ല ഏഷ്യാറ്റിക്ക പറഞ്ഞു. ഈ സെൻട്രല്ല ഏഷ്യാറ്റിക്കയിൽ പ്രധാനമായിട്ട് ഏഷ്യാറ്റിയോസൈഡ് എന്നറിയപ്പെടുന്ന അടുത്തൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം കൂടി ആക്ട് ചെയ്യുമ്പം നമുക്ക് വളരെയധികം ബുദ്ധിപരമായ വികാസത്തിനുള്ള കണ്ടന്റാണ്. സാധാരണ നമ്മൾ ബ്രഹ്മീകൃതമോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നത്. എനർജി വെക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ബ്രഹ്മീകൃതത്തിന് തുല്യമാണ് ശരിക്കും ഈ ജാം. ഇപ്പോൾ നമ്മൾ കറുക മുത്തിൽ ജാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 8 എണ്ണം വരെ നമുക്ക് ഏലക്ക യൂസ് ചെയ്യാം, കാടമ യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഒന്ന് നല്ലവണ്ണം കുറുകിക്കൊണ്ടിരിക്കുന്ന ഈ പാനീയത്തിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, ഷുഗർ ആഡ് ചെയ്യാം. എത്ര ടീസ്പൂൺ ഷുഗർ നമുക്ക് ഒരു 8 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. 8 ടീസ്പൂൺ എങ്കിലും പഞ്ചസാര യൂസ് ചെയ്യുക. അപ്പോൾ നല്ല സ്വീറ്റ് തന്നെ ആയിരിക്കും ഇത്.
പിന്നെ നമുക്കിപ്പോൾ പഞ്ചസാര യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കെമിക്കൽ എന്ന് പറഞ്ഞു. ആ കെമിക്കൽ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ ഇപ്പം നീര എന്ന് പറയുന്ന കോക്കനട്ട് ബോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. പഞ്ചസാരയ്ക്ക് പകരം നീര ഉപയോഗിച്ചാലും നമുക്ക് ഇതേപോലെ തന്നെ അല്പം പോലും ഒരു കെമിക്കൽ കണ്ടന്റ് ഇല്ലാണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മുടെ മുത്തിൽ കറുക ജാം ആവാൻ വേണ്ടി ഏകദേശം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമ്മളിത് ഇളക്കിക്കൊണ്ട് കൊടുക്കുക, എന്നാൽ അത് കുറുകി അതിന്റെ ഒരു പാകത്തിന് വരികയുള്ളൂ. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഇതിലിങ്ങനെ ഒരു പായൽ പോലെ ഫോം ചെയ്യും. ഇത് നമ്മൾ എടുത്ത് നീക്കം ചെയ്യണം. ഈ കണ്ടന്റ് നമ്മൾ നീക്കം ചെയ്യേണ്ടത് ആവശ്യം. അപ്പൊ ഈ മുത്തിൽ കറുക ജാം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു പായൽ പോലെ ഒരു പാട പോലെ വരും. അപ്പൊ അത് നമ്മള് അത് മാറ്റി വെച്ചിട്ട് പിന്നെ അത് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മള് 20 മിനിറ്റ് മുത്തിൽ കറുക ജാം കുറുക്കി ഏകദേശം റെഡിയായി. അപ്പൊ ഡോക്ടർ, അപ്പൊ ഈ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ജാമിനെക്കാട്ടും ഇത് എത്രത്തോളം പ്രയോജനകരമാണ്? അതായത് സാധാരണ ജാമിലാകുമ്പോൾ ഒരുപാട് കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ ആഡ് ചെയ്തിട്ടാണ്. ഇത് നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ പ്രിസർവേറ്റീവായി നമുക്ക് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാം. വേറെ പ്രിസർവേറ്റീവായ കണ്ടന്റ് ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ജാമിൻ്റെ ഏറ്റവും പ്രത്യേകത. പിന്നെ നമുക്ക് ഒരു ബ്രഹ്മീകൃതമോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആയുർവേദത്തിൽ ബുദ്ധി എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഹ്മീകൃതത്തിന് തുല്യമായ രീതിയിലുള്ള ഗുണം നമ്മുടെ ജാമ് ചെയ്യും. അതായത് നമ്മൾ ബ്രെഡിൽ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അല്പം വെണ്ണയും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും ആ ബ്രഹ്മീകൃതത്തിൻ്റെ അതേ ഗുണം തന്നെ കിട്ടും. പിന്നെ പിള്ളേരാകുമ്പം പിള്ളേർക്ക് കഴിക്കാൻ വളരെ പ്രയാസം ഉണ്ടാവില്ല. ഒരു ജാമിൻ്റെ സെൻസിറ്റിയോട് കൂടി അവർ ആക്ട് ചെയ്യും. അപ്പോൾ 20 മിനിറ്റ് വെച്ചു, ഏകദേശം റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, സെർവ് ചെയ്യാം. യെസ്, അപ്പോൾ മുത്തിൽ കറുക ജാം എന്തായാലും പൂർണ്ണമായിട്ടും ഫിനിഷ് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. എന്തായാലും അടിപൊളിയായിരിക്കും. എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ ഡോക്ടർ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ മുത്തിൽ കറുക ജാം ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്തായാലും അടിപൊളിയാണ്, നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിന് കഴിക്കാൻ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഡോക്ടർ, എന്തായാലും ഞങ്ങളുടെ ഈ ഡിഷ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഹായ് ഫ്രണ്ട്സ്, മധുരിക്കും ഓർമ്മയുമായി ഞാനിപ്പോൾ നിൽക്കുന്നത് അഴകൊടി നഗറിലാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും വീട്ടമ്മമാർ ഒരുപാട് വിഭവങ്ങളൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അതുപോലെ ഇന്ന് ആരാണ് വിഭവം ഉണ്ടാക്കി തരുന്നത്, എന്ത് വിഭവമാണ് എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. മധുരിക്കും ഓർമ്മകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പ്രതില ചേച്ചിയാണ്. ഹലോ ചേച്ചി. ചേച്ചിയുടെ മോളാണ് അവിടെ ഉള്ളത്. മോളുടെ പേരെന്താ? ആവണിക്കുട്ടി. നല്ല ഡ്രസ്സാണല്ലോ. ധാര വാങ്ങിച്ചു തന്നെ? അച്ഛനും അമ്മയല്ലേ? ഓക്കെ. ആരിങ്ങനെ സുന്ദരിയായിട്ട് മേക്കപ്പ് ഒക്കെ ഇടിപ്പിച്ചത് അമ്മയാണോ? ഓക്കെ. അപ്പോൾ ചേച്ചി, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫ്രൈഡ് ഇഡ്ഡലിയാണ്. ഫ്രൈഡ് ഇഡ്ഡലി. പേര് തന്നെ ഒരു വ്യത്യസ്തമാണ്, ഫ്രൈഡ് ഇഡ്ഡലി. എപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, ഇന്നെന്താ അമ്മ കഴിക്കാൻ ഇഡ്ഡലി, ഇന്നെന്താ അമ്മ കഴിക്കാൻ ഇഡ്ഡലി, എപ്പോഴും ഇഡ്ഡലി. ചിലർക്ക് ഇഡ്ഡലി കേട്ട് 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 ഉറക്കത്തിലും ഇഡ്ഡലി ആയിരിക്കും സ്വപ്നം. പക്ഷേ ഇത് ഫ്രൈഡ് ഇഡ്ഡലി എന്ന് കേൾക്കുമ്പോൾ ആഹാ, ഫ്രൈഡ് ഇഡ്ഡലി, പേര് തന്നെ അടിപൊളിയാണല്ലോ വിചാരിക്കും. അപ്പോൾ ഫ്രൈഡ് ഇഡ്ഡലിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇഡ്ഡലി, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, കറിവേപ്പില, ഇഞ്ചി. ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതാണ്. മിക്സ് ചെയ്ത് വെച്ചു. അതിലെന്തൊക്കെയാണ്? ഇത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർക്കുന്നത് നാരങ്ങ നീര്, കാശ്മീരി ചില്ലി പൗഡർ, കറിവേപ്പില, ഇഞ്ചി, ഉപ്പ്, വെളുത്തുള്ളി. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ തന്നെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സാധാരണ മുളക് പൊടി യൂസ് ചെയ്യാൻ പറ്റില്ല? സാധാരണ യൂസ് ചെയ്യാതാകുമ്പോൾ കുറച്ച് കളറും കിട്ടും. കുട്ടികൾക്ക് കൊടുക്കുന്നതാകുമ്പോൾ എരിവും കുറവാണ്, കറിക്ക് നല്ല കളറും ഉണ്ടാകും. അപ്പോൾ അത് യൂസ് ചെയ്യാം നമുക്ക്. നമ്മൾ 5 ഇഡ്ഡലി വെച്ചിട്ടാണ് 5 ഇഡ്ഡലി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ആദ്യം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഫുഡ് വേസ്റ്റ് ആകും. കുട്ടികളൊന്നും അങ്ങനെ കഴിക്കില്ല. ഇഡ്ഡലിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും എന്താ പറയുക, ഈ ഇഡ്ഡലിയൊന്നും തീരെ പിടിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രൈഡ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാൻ. അപ്പോൾ ബാക്കി വരുന്ന ഇഡ്ഡലിയും കൊണ്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കട്ട് ചെയ്ത് റെഡിയാക്കി ഇഡ്ഡലി. 5 ഇഡ്ഡലി കട്ട് ചെയ്തു.
ഇനി എന്താ ചേച്ചി? ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്രേവി ഇതിൽ ഇൻഗ്രീഡിയൻസ് ഈ വെളുത്തുള്ളി, ഉപ്പ്, കാശ്മീരി പൗഡർ, നാരങ്ങ നീര്, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് രൂപത്തിലാക്കി റെഡിയാക്കി. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മിക്സ് ചെയ്യാം. നമ്മളിതിൽ ആഡ് ചെയ്യണത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഡ്ഡലിയിൽ ആ മസാല എല്ലാ ഭാഗത്തും നമ്മൾ നന്നായി തേച്ച് പിടിപ്പിക്കണം. നമ്മൾ കൂടുതൽ നേരം വെക്കാൻ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും. കൂടുതൽ നേരം വെച്ചാൽ ഇതിന്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. ഓക്കെ, അപ്പോൾ നമ്മളതിൽ മസാല ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ എടുക്കാം. നമുക്ക് ഇതിൽ ഓയിൽ ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടാവുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ എണ്ണ ചൂടാവാൻ എത്ര മിനിറ്റ് വേണ്ടി വരും? ഇത് കുറച്ച് കൂടുതൽ എണ്ണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനല്ല, അപ്പോൾ ഒരു 5 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ഒന്ന് തിളച്ച് വരാനായി. അപ്പോൾ ചേച്ചി, നമുക്ക് കോക്കനട്ട് ഓയിൽ അല്ലാതെ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും യൂസ് ചെയ്യാം? സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ, പിന്നെ നല്ലെണ്ണ ഇല്ലേ, ഇതേം നല്ലെണ്ണ, അതൊക്കെ യൂസ് ചെയ്യാം. അതിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കി ഇഡ്ഡലിയിൽ നന്നായി മസാലയൊക്കെ തേച്ച് പാകത്തിന് റെഡിയാക്കി ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. പതുക്കെ ഇടണം, അല്ലെങ്കിൽ എണ്ണ ചൂടായതാണ്. അപ്പോൾ നമ്മൾ മസാല തേച്ച ഇഡ്ഡലി എല്ലാം എണ്ണയിൽ പൊരിച്ചെടുക്കാൻ പാകത്തിന് ഇട്ട് കഴിഞ്ഞു. ചേച്ചി, അപ്പോൾ ഇഡ്ഡലിയും കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, തൈര് ഇഡ്ഡലി ഉണ്ടാക്കാം. പിന്നെ ഇഡ്ഡലി കൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ബ്രൗൺ കളറായി വരുന്നുണ്ട്, ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടുണ്ട്. അപ്പോൾ ചേച്ചി, വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യൽ തന്നെയാണോ ചേച്ചിയുടെ ഹോബി? ടി വി കണ്ടിരിക്കും. മോളെങ്ങനെ കുസൃതി ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഓക്കെ, അപ്പോൾ അമ്മ നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ? ഉണ്ടാക്കി തരുമോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? നൂൽപുട്ടാണ് ഇഷ്ടം. ഏകദേശം റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ചേച്ചി, ഇതിന്റെ ചേരുവകൾ ഒന്നും കൂടി നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? കാശ്മീരി ചില്ലി പൗഡർ, കറിവേപ്പില, നാരങ്ങ നീര്, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ ചേച്ചി, ഇത് നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ സ്നാക്സ് ആയിട്ടും ഒക്കെ കൊടുക്കാം. വൈകുന്നേരം നമുക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. രാവിലെ സ്കൂളിലേക്ക് നല്ല പൊരിച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. എന്തായാലും അവർ നോ എന്ന് പറയില്ല. നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലി റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വന്ന് നല്ല പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല നിറമൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി, വളരെ നന്ദിയുണ്ട്. അപ്പോൾ ചേച്ചിനെ ഇതാരാ പഠിപ്പിച്ചു തന്നത്? അമ്മ ചെയ്യുന്നത് കാണാറുണ്ട്, അമ്മ ചെയ്യുന്നത് കാണാറുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ നമ്മൾ ചട്നി കൂട്ടിയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ പൊരിച്ചെടുത്ത ഫ്രൈഡ് ഇഡ്ഡലി നമുക്ക് എന്ത് കൂട്ടിയിട്ട് കഴിക്കാത്? ഇത് സോസ് കൂട്ടി കഴിക്കാം, ചട്നി കൂട്ടിയിട്ടും കഴിക്കാം, പൊരിച്ചതാണെങ്കിലും ചട്നി കൂട്ടിയിട്ടും കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. അടിപൊളി ഡിഷാണ്. എന്തായാലും ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ചേച്ചി, ഫ്രൈഡ് ഇഡ്ഡലി അടിപൊളി. ഞാനിത് മാറി നിന്ന് കഴിക്കുക, ഇത് ആരും കണ്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ് ചേച്ചി. താങ്ക് യു സോ മച്ച്. മോളൂസേ, എന്നും ഉണ്ടാക്കി തരാൻ വേണ്ടി പറയണം അമ്മേനോട്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ രസമുകുളത്തിൽ നമ്മളിപ്പോൾ സീഗൾസ് കാച്ച് റെസ്റ്റോറൻറ്റിൽ ഒരു സ്പെഷ്യൽ റെസിപ്പിയോടെ എത്തിയിരിക്കുകയാണ്. ചേട്ടൻ്റെ പേര് റീഗണ്. അത് തന്നെ ഒന്നും തൊട്ടിട്ടൊന്നുമില്ല, ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാനായിരുന്നു. യെസ്, അപ്പോൾ ചേട്ടൻ ഇന്ന് നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? നമ്മൾ സീഗൾ സ്പെഷ്യൽ ക്രാബ് ഗ്രിൽ
ക്രാബ് ഗ്രില്ല് ചെയ്യുന്നതാണ്. പൊതുവെ നമ്മൾ ക്രാബ് വെച്ചിട്ട് പലതും ചെയ്യുന്നത്. ഗ്രില്ലിംഗ് എനിക്ക് തോന്നുന്നു അധികം ആരും ട്രൈ ചെയ്യാത്ത പുതിയൊരു മെത്തേഡാണ്. സാധാരണ നമ്മൾ തവ ഗ്രില്ല് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് ചാർക്കോൾ ഗ്രില്ലാണ്. അപ്പോൾ അത് ഒരു ഡിഫറെന്റ് ആണ്. മെയിൻലി നമ്മളിപ്പോൾ ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചാർക്കോൾ ഗ്രില്ലിൽ, സീ ഫുഡ് സ്പെഷ്യൽ വെച്ചിട്ടുള്ള ഗ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ അധികം ആരും കാണാത്ത ഒരു സംഭവമാണ്. അപ്പം എങ്ങനെ ഇതിന്റെ ഒരു പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ? ഇത് നമ്മൾ ഫസ്റ്റ് ഇത് ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മളുടെ ഒരു സ്പെഷ്യൽ മസാലാസ് ഉണ്ട്. എനിക്കറിയാം, നമ്മുടെ സീഗൾസ് കാച്ചിന്റെ സ്പെഷ്യൽ ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഒരു മസാലാസ് ആണ്. എന്തൊക്കെയാണെന്നൊന്നും പറയത്തൊന്നുമില്ല. ഇനിയിപ്പോ ഞാൻ എത്ര കടുപ്പെടുത്തം പിടിച്ചാലും ഒരു പറയത്തില്ല. യെസ്, അപ്പം മസാലാസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മസാലാസ് ഗ്രില്ല് ചെയ്തിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. യെസ്, അപ്പം ക്ലീൻ ചെയ്യാം. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ക്രാബ്, ഇത് ശരിക്കും സീ ക്രാബ് ആണ് അല്ലേ? രണ്ട് തരത്തിലുള്ള ക്രാബ് ഇവിടെ അവൈലബിൾ ആണ്. സീ ക്രാബ് ഉണ്ട്, പിന്നെ മഡ് ക്രാബ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് രണ്ടും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ കാണാൻ കുറച്ചും കൂടെ വിഷ്വലി ഭംഗി ഈ സീ ക്രാബ് ആണ്. മീറ്റും കൂടുതൽ ഇതിലുണ്ടാവും അല്ലേ? യെസ്, ഒരു മീഡിയം സൈസിൽ വലിയ ക്രാബാണ് എടുത്തിരിക്കുന്നത്. ഇതിലും വലുതുണ്ടല്ലേ? വലുതുണ്ട്. ഓക്കെ ഓക്കെ, നല്ല ഫ്രഷ് ക്രാബാണ്. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഫിഷസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം ഫ്രഷ് ഐറ്റം ആണ്. അപ്പോൾ നമ്മൾ ക്രാബ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കാലെല്ലാം നമ്മൾ എടുക്കും അല്ലേ? മൊത്തത്തിൽ നമ്മൾ യൂസ് ചെയ്യും. അത് കൊള്ളാം. അപ്പം ഇനി അടുത്തത് നമുക്കിത് ഗ്രില്ല് ചെയ്യണം. ഗ്രില്ല് ചെയ്യാൻ അവിടെ അതിന്റെ നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത മെഷീൻസ് എല്ലാം റെഡിയാണ്. അപ്പം അതിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഗ്രില്ലിംഗ് സെറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഗ്രില്ലിംഗ് സെഷൻ ആണ്. ഇവിടെ നമ്മൾ സൗദിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഗ്രില്ലിംഗ് മെഷീൻസ് ആണ് ഇവിടെ യൂഷ്വലി യൂസ് ചെയ്യാറ്. അപ്പം ഇമ്പോർട്ട് ചെയ്ത മസാലാസും ആണ് അല്ലേ? യെസ്, അപ്പോൾ എന്തായാലും ക്രാബ് ഇവിടെ ക്ലീൻ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഗ്രില്ലിങ്ങിന്റെ ആ സംഭവം, സെറ്റ് ചെയ്യുന്ന സംഭവം ഇതാണ്. അപ്പൊ ഇതിലേക്ക് വേണം നമ്മൾ ക്രാബ് വെച്ചിട്ട് ഒരു ഹാഫ് ബോയിൽഡ് ഗ്രില്ല് എത്തുമ്പോഴത്തേനും നമ്മൾ മസാലാസ് അപ്ലൈ ചെയ്യും. എന്നിട്ട് വീണ്ടും നല്ലോണം ഡീപ്പായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കും. ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് അങ്ങ് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പൺ ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഓരോരോ ക്രാബ് പീസസ്, സീ ക്രാബ് ആണ്, സീ ക്രാബ് പീസസ് വെച്ചിട്ടുണ്ട്. നമുക്കിത് മഡ് ക്രാബിലും ചെയ്യാം അല്ലേ? നല്ല ഭംഗിയിൽ സുന്ദര കുട്ടപ്പനായിട്ട് നമ്മൾ ക്രാബിനെ വെച്ചിട്ടുണ്ട്. ഈ സൈഡൊന്ന് പിന്നെ കയ്യും കാലൊക്കെ ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്കിതങ്ങ് അടയ്ക്കാമല്ലോ അല്ലേ? അടച്ചിട്ട് ലോക്ക് ചെയ്തു. ഇനി പൊക്കാലോ? കണ്ടോ? അപ്പൊ നല്ല ഭംഗിയിൽ ക്രാബിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്കിത് കൊണ്ടുപോയിട്ട് അങ്ങ് ഗ്രില്ല് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പം ഇവിടെ വെച്ചാൽ മതി. സംഭവം നല്ല ചൂടാണ്. മസാല അപ്ലൈ ചെയ്ത് ടേൺ ചെയ്ത് നമ്മൾ അപ്പൊ നമുക്കൊരു പകുതി വേവ് ആകുമ്പോഴത്തേനും ഈ ഇരിക്കുന്ന ഇവരുടെ മസാലാസ് ഇതിലേക്ക് തേച്ചിട്ട് രണ്ട് സൈഡും നല്ലോണം കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ കുക്ക് ചെയ്യണ വരേക്കും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അടിപൊളിയായിട്ട് തിന്നാം. യെസ്, അപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റിന് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അപ്പുറം ഇപ്പുറം നല്ലോണം മസാലാസൊക്കെ തേച്ചിട്ട് നല്ലോണം ചൂടാക്കി അതുപോലെ നല്ല കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കറുമുറുന്ന് അങ്ങ് കടിച്ച് തിന്നാൽ മാത്രം മതി. അപ്പം എടുക്കാം. നല്ല ചൂടാണ്. സംഭവം എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്യണം. അതിനുശേഷം എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കാം. സീഗൾസ് കാച്ചിനെ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മളിത് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇത് ഗ്രിൽഡ് ക്രാബ്. സീ ക്രാബ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അതെന്റെ മുന്നിൽ നല്ല ഭംഗിയിൽ ചൊവ്വാന്ന് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഗാർണിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമുക്ക് കഴിക്കാം. യെസ്, അപ്പൊ ഗാർണിഷിംഗ് പ്രോസസ് ആണ് എടുത്തത്. എന്ത് വെച്ചിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത്? സലാഡ്, പിന്നെ കുൽച്ച. ഓക്കെ, മസാല കുൽച്ച. അതുപോലെ തന്നെ സലാഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രിൽഡ് ക്രാബ് മൊത്തത്തിൽ ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ നല്ല വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട് അല്ലെ, മജ്ലിസിൽ പോയി നല്ല സ്വസ്ഥമായിട്ട് നമുക്ക് ഈ ഗ്രിൽഡ് ക്രാബ് കഴിക്കാം. അപ്പോൾ നമ്മുടെ സീഗൾസ് കാച്ചിൻ്റെ ഇവരുടെ മെയിൻ ഒരു സ്ഥലമുണ്ട്. നമുക്ക് ശരിക്കും അറേബ്യൻ സ്റ്റൈലിൽ ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ ഉള്ള ഒരു മനോഹരമായ സ്ഥലമാണ് ഈ മജ്ലിസ് എന്ന് പറയുന്നത്. ഞാൻ ആ മജ്ലിസിലാണ് ഇപ്പം ഇരിക്കുന്നത്. ശരിക്കും അറബിക് സ്റ്റൈലിൽ അവർക്ക് കഴിക്കാൻ വേണ്ടി അവർ ആ രീതിയിൽ തന്നെ ഭക്ഷണ വിഭവം കഴിക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ് മൊത്തം കുഷ്യൻസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ഗ്രിൽഡ് ക്രാബ്
കഴിക്കാൻ പോകുന്നത്. ഈ ഇൻറ്റീരിയേഴ്സും ലൈറ്റൊക്കെ കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആണ്, എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ശരിക്കും അറബിക് ആ ഒരു മുഗൾ ഫീല് കിട്ടാൻ വേണ്ടി ഫുൾ ഇൻറ്റീരിയേഴ്സ് അവർ എന്താ പറയുക ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. വെരി ബ്യൂട്ടിഫുൾ. പക്കാ സ്മെല്ല് വരെ ശരിക്കും നമുക്ക് ഭയങ്കര ആ ഒരു അല്ലേ അവിടുത്തെ ആ ഒരു ഫീല് തരുവാണ്. അപ്പോൾ എന്തായാലും ഈ ഫീല് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി എനിക്ക് ഗ്രിൽഡ് ക്രാബുമായിട്ട് ഇപ്പം എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്നല്ലോ ക്രാബ്, വരൂ. ആള് ചെരുപ്പൊക്കെ കഴിച്ച് ഭയങ്കര നീറ്റായിട്ടാണ് എനിക്ക് സംഭവം കൊണ്ടുവന്ന് തരുന്നത്. നമ്മുടെ ക്രാബ്, ഗ്രിൽഡ് ക്രാബ് എന്തായി? ഇരുന്നു എന്നെ കണ്ടുള്ള ബഹുമാനത്തിൽ എൻ്റെ ദേഹമേ, ഇത് എന്നേലും വലിയ പാത്രമായി പോയല്ലോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയിൽ. ഇതെന്തോ ഈ സംഭവം, ഈ പച്ച കളർ ചട്നി, വാട്ട് ഈസ് ഇറ്റ്? മിൻ ചട്നിയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഈ കുൽച്ച എന്ന് പറയുന്നത് ഇതാണോ? ഓക്കെ, എൻ്റെ അടുത്ത് കുൽച്ച എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ഇൻ ഡൗട്ട്, എനിക്ക് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ക്ലിയർ ആയില്ല. അപ്പം ഇതാണ് കുൽച്ച. ഇത് കുറച്ച് ബോയിൽഡ് ചെയ്ത അല്ലേ, സലാഡ് പോലെ പ്രിപ്പയർ ചെയ്തൊക്കെയാണ്. അപ്പം ക്രാബ് ഉണ്ട്. എൻ്റെ ദൈവമേ, ആരാ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്? നല്ല അടിപൊളിയായിട്ട് ക്രാബ് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഗ്രിൽഡ് ക്രാബ്. അപ്പം നല്ല ഭംഗിയിൽ ഒരു വലിയ പ്ലേറ്റിലും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പ്ലേറ്റ്. അപ്പം എന്തായാലും ഞാൻ ഇതങ്ങ് ഇരുന്ന് കഴിക്കാൻ പോവാണ്. യെസ്, അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോവാണ്. അതിന് മുന്നേ ഷെഫിനെ ഇവിടെ ഇരുത്തുന്ന ശരിയല്ല, മോശമാണ്. അപ്പോൾ ഷെഫ് ഇപ്പുറം വന്നിരുന്നു. എന്തായാലും ഞാൻ അറബിക് ഒരു മജ്ലിസിലാണ് ഇരിക്കുന്നത്, അപ്പം അറബിക് സ്റ്റൈലിൽ തന്നെ അങ്ങ് ഭക്ഷണം കഴിച്ചേക്കാം അല്ലേ? ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മജ്ലിസിന്റെ ഇന്റീരിയേഴ്സ് ചെയ്തിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും ഈ ഗ്രിൽഡ് ക്രാബ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിച്ചു നോക്കാം. എനിക്ക് ഫോക്ക് എന്താ ഓക്കെ. അപ്പം ഇതിന് ഒരു കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിക്ക്. കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കോട്ടിംഗ് ആയിരുന്നു. ഞാൻ തൽക്കാലത്തേക്ക് ഇതൊന്നും എടുത്ത് മാറ്റുന്നുണ്ട്, എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് ഈ സംഭവം എന്ന്. ശരിക്കും നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ടല്ലേ? അപ്പോൾ ഐ എം ഗോയിങ് ടു ടേസ്റ്റ് ദിസ്. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ പയ്യെ ടേസ്റ്റ് ചെയ്യണമെന്നാണ് ശാസ്ത്രം. നന്നായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആ ക്രാബിൻ്റെ മീറ്റിലേക്ക് ശരിക്കും ആ ഫ്ലേവർ പിടിച്ചിട്ടുണ്ട്. എന്ത് റെസിപ്പിയാണ് ഇതേവരെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇവിടുത്തെ സ്പെഷ്യൽ സീഗൾസ് കാറ്റ്സിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. എനിവേസ് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു പോവാലോ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് റെസിപ്പി. എനിക്ക് ഇത് കുൽച്ചയാണല്ലേ? നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാം. ഇതിന്റെ പേര് കുൽച്ച എന്നാണ്. എന്തും അത് ശരിക്കും എല്ലാത്തിന്റെ ഒരു മിക്സർ ആണല്ലേ? ഞാൻ ചെയ്യുന്ന പോലെ സ്റ്റഫ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ഞാൻ കഴിച്ചു നോക്കാണ്. അടിപൊളിയായിട്ടുണ്ടോ? അപ്പം ചേട്ടാ കഴിഞ്ഞാല് ഇതായിപ്പോയി. അപ്പൊ ഈ കഴിഞ്ഞത് ചെയ്യിക്കാൻ തരാം. ഇനി വെച്ചിട്ട് സൂപ്പർ, നല്ല ടേസ്റ്റി ആയിട്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്തവണ എന്തായാലും വന്ന് കഴിച്ചോളും.